ഒൻപതാം ക്ലാസ്സിലെ ബാങ്ക് ദ ഡ്രം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഈച്ച് ഓഫ് ദ അത്ലീറ്റ്സ് ഫ്രം അറൌണ്ട് ദ വേൾഡ് ട്രൈങ് ടു ഡു? ലോകമെമ്പാടും നിന്ന് വന്ന അത്ലീറ്റ്സ് എന്താണ് ചെയ്യാൻ ഇവിടെ ശ്രമിക്കുന്നത്? ഈച്ച് ഓഫ് അത്ലീറ്റ്സ് ഈസ് ട്രൈങ് ടു ടേക്ക് പാർട്ട് ഇൻ ദ ഇവന്റ് ആൻഡ് ഡു ഹിസ് ബെസ്റ്റ് ടു റൺ ഫാസ്റ്റർ ഓർ ടു ജംപ് ഹയർ. ലോകമെമ്പാടും നിന്ന് അത്ലീറ്റ്സ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ബെസ്റ്റ്, അവരിൽ നിന്ന് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പുറപ്പെടുവിക്കാൻ നോക്കുകയാണ്, നല്ല റണ്ണർ ആവാനും നല്ല ജമ്പർ ആകാനും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡു ദ സിംഗേഴ്സ് ആസ്ക് ടു ബാങ്ക് ദ ഡ്രം ആൻഡ് സിംഗ് ദ സോങ് ലൗഡർ? എന്തിനു വേണ്ടിയാണ് സിംഗേഴ്സ് ഡ്രമ്മിനെ വളരെ ഉച്ചത്തിൽ ബാങ്ക് ചെയ്യാനും വളരെയധികം ഉച്ചത്തിൽ സിംഗ് ചെയ്യാനും പറയുന്നത്? ദ സിംഗേഴ്സ് ആസ്ക് ടു ബാങ്ക് ദ ഡ്രം ആൻഡ് സിംഗ് ദ സോങ് ലൗഡർ സോ ദാറ്റ് ദ അത്ലീറ്റ്സ് ക്യാൻ ഡു ദെയർ ബെസ്റ്റ് എൻകറേജ്ഡ് ബൈ ദ ലൗഡ് സൗണ്ട് ആൻഡ് ലൗഡ് ബീറ്റിംഗ് ഓഫ് ദ ഡ്രം. സോങ്ങിൻ്റെയും ഡ്രമ്മിൻ്റെയും ലൗഡ് കാരണം അല്ലെങ്കിൽ ലൗഡ് ബീറ്റിംഗ് കാരണം അതിൽ എൻകറേജ്ഡായി ആ അത്ലീറ്റ്സ് അവരുടെ ബെസ്റ്റ് പുറപ്പെടുവിക്കാനാണ് സിംഗേഴ്സ് പറയുന്നത് ഡ്രമ്മിനെ വളരെയധികം ശക്തിയോടെ ബാങ്ക് ചെയ്യാനും സോങ് കൂടുതൽ ലൗഡറായിട്ട് സിംഗ് ചെയ്യാനും. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സിംഗേഴ്സ് അർജ് ടു ഡു വെൻ ദ ഗെയിംസ് ബിഗിൻ? ഓക്കെ, ഗെയിം തുടങ്ങുന്ന സമയത്ത് സിംഗേഴ്സ് എന്താണ് അവിടെ ചെയ്യുന്നത്? ദേ ആർ അർജ് ടു സിംഗ് ലൗഡർ. അവർ അവിടെ വളരെ ഉച്ചത്തിലാണ് പാടാൻ തുടങ്ങുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ജംപ് അപ്പ് എ ലിറ്റിൽ ഹയർ സോ ദ ഹോൾ വേൾഡ് ക്യാൻ സീ യു, സോ ദ ഹോൾ വേൾഡ് ക്യാൻ സീ യു. The last two lines are repeated here in different stanzas. What effect does it make? Pick out other lines or sentences which are repeated in the songs. ലാസ്റ്റത്തെ ലൈൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഇതെന്താണ്, എന്ത് എഫക്റ്റാണ് കൊണ്ടുവരുന്നത്? ഇതേപോലുള്ള കുറച്ച് എക്സാമ്പിൾസ് കണ്ടുപിടിക്കുക. The repeated lines are bang the drum a little louder, sing the song a little louder, and so the whole world can hear. ഇതാണ് റിപ്പീറ്റ് ചെയ്ത ലൈൻസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? Such a repetitions create an emphasis and interest to the theme. ഇങ്ങനെയുള്ള റിപ്പീറ്റേഷൻ തീമിനൊരു ഇൻട്രസ്റ്റും എംഫസിസും എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് കാൾഡ് എ റിഫ്രെയിൻ. ഇതിനെയാണ് റിഫ്രെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫ്രേസ്, ലൈൻ ഓർ ഗ്രൂപ്പ് ഓഫ് ലൈൻസ് റിപ്പീറ്റഡ് അറ്റ് ഇന്റർവെൽസ് ത്രൂ ഔട്ട് എ പോയം, ജനറലി അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റാൻസ. പോയത്തിന്റെ ഇന്റർവെല്ലുകളിൽ ഫ്രേസുകളായിട്ടോ ലൈനുകളായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലൈനുകളായിട്ടോ റിപ്പീറ്റ് ചെയ്ത് വരുന്നവയാണ് ഈ റിഫ്രെയിൻ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് പോയത്തിന്റെ എൻഡിലാണ് കാണുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ എക്സ്പ്രഷൻസ് ഫ്ലോ ദ ഫ്ലെയിം ആൻഡ് ലിറ്റിൽ ലൗഡർ create a pleasing ring effect. What is the poetic device used? Flow the flame little louder എന്ന് പറയുന്ന എക്സ്പ്രഷൻസ് കേൾക്കുന്ന സമയത്ത് ഒരു റിംഗ് എഫക്റ്റ് ആണ് നമുക്ക് തോന്നുന്നത്. ഇതിനെ എന്ത് ഡിവൈസ് എന്നാണ് പറയുന്നത്? ഇതിനെ അലിട്രേഷൻ എന്നാണ് പറയുന്നത്. ഇതൊരു പോയറ്റിക് ഡിവൈസ് ആണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ എക്സ്പ്രഷൻ ഹോൾ വേൾഡ് ക്രിയേറ്റ്സ് എ സിമിലർ റിംഗ് എഫക്റ്റ് ബട്ട് ഇൻ എ ഡിഫറെന്റ് വേ. ഹൗ ഈസ് ദ റിംഗ് എഫക്റ്റ് ക്രിയേറ്റഡ്? ഇവിടെ ഹോൾ വേൾഡ് എന്ന് പറയുന്നതും ഒരു റിംഗ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, പക്ഷേ അത് ഒരു ഡിഫറെന്റ് രീതിയിലാണ്. എങ്ങനെയാണതെന്നത് ചോദ്യം. ത്രൂ കോൺസണൻസ്, കോൺസണൻസ് മുഖാന്തരമാണ് അങ്ങനെ ഒരു എഫക്റ്റ് വരുന്നത്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ദ പോയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഹിയർ ഈസ് കോൺസണൻസ്. ഇറ്റ് ഈസ് സിമിലർ ടു അലിട്രേഷൻ, ബട്ട് അലിട്രേഷൻ ഈസ് ദ റെപ്പറ്റേഷൻ ഓഫ് ദ കോൺസണന്റ് സൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ വേർഡ്സ്, വൈൽ കോൺസണൻസ് മേ ബി അറ്റ് ദ മിഡിൽ, ദ എൻഡ് ഓർ എനിവെയർ ഇൻ ദ വേർഡ്സ്. ഈ കോൺസണൻസ് പറയുന്നത് ഒരു പോയറ്റിക് ഡിവൈസ് ആണ്. അത് അലിട്രേഷന് സിമിലർ ആണ്. പക്ഷേ അലിട്രേഷൻ എന്ന് പറയുന്നത് കോൺസണന്റ് സൗണ്ടുകളുടെ റെപ്പറ്റേഷനാണ് വേർഡ്സിന്റെ ബിഗിനിങ്ങിൽ. പക്ഷേ കോൺസണൻസ് എന്ന് വെച്ചാൽ മിഡിലോ എൻഡിലോ അല്ലെങ്കിൽ എവിടെ വേണോ വരുന്ന വേർഡ്സിന്റെ റെപ്പറ്റേഷനെയാണ് കോൺസണൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കോളൂ. കോപ്സ് സ്റ്റോപ്സ് അറ്റ് ദ ട്രെംബിളിംഗ് ഗ്ലാമ്പേഴ്സ് ഫ്ലഡ് ഓഫ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ ഫാദർ ഓഫ് ദ മോഡേൺ ഒളിമ്പിക് ഗെയിംസ് മിസ്റ്റർ പിയർ ഡി കോബർട്ടൈൻ സേസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ ഒളിമ്പിക് ഗെയിം ഈസ് നോട്ട് ടു വിൻ ബട്ട് ടു ടേക്ക് പാർട്ട്. ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ലൈഫ് ഈസ് നോട്ട് ട്രയംഫ് ബട്ട് ദ സ്ട്രഗിൾ. ദ എസെൻഷ്യൽ തിങ് ഈസ് നോട്ട് ടു ഹാവ് കോൺകേർഡ് ബട്ട് ടു ഹാവ് ഫോർട്ട് വെൽ. ഫാദർ ഓഫ് ദ ഒളിമ്പിക്സ് ആയ മിസ്റ്റർ പിയർ ഡി കോബർട്ടിൻ പറഞ്ഞ വാക്കുകളാണ് ഇവ. ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ ഒളിമ്പിക് ഗെയിം ഈസ് നോട്ട് ടു വിൻ ബട്ട് ടു ടേക്ക് പാർട്ട്. ഒളിമ്പിക് ഗെയിമിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ജയിക്കുക എന്നല്ല, അതിൽ ഭാഗമാകുക എന്നതാണ്. ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ലൈഫ് ഈസ് നോട്ട് ട്രയംഫ് ബട്ട് ദ സ്ട്രഗിൾ. ജീവിതത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് എന്താണ്? വിജയമല്ല, സ്ട്രഗിൾ ആണ്. ദ എസെൻഷ്യൽ തിങ് ഈസ് നോട്ട് ടു ഹാവ് കോൺകേർഡ് ബട്ട് ടു ഹാവ് ഫോർട്ട് വെൽ. ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള തിങ് എന്ന് വെച്ചാൽ കോൺകേർഡ് അല്ല, കോൺകേർഡ് എന്ന് വെച്ചാൽ പിടിച്ചടക്കുകയല്ല, ബട്ട് ടു ഹാവ് ഫോർട്ട് വെൽ, നല്ല രീതിയിൽ എന്താ പറയുക, ഫൈറ്റ് ചെയ്യുക എന്നതാണ്. ഹൗ ഈസ് ദ കമന്റ് ഓഫ് മിസ്റ്റർ പിയർ ഡി കോബർട്ടൈൻ അബൌട്ട് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഗെയിംസ് എക്സ്പ്രസ്ഡ് ഇൻ ദ സോങ്? മിസ്റ്റർ പിയർ ഡി കോബർട്ടൈൻ പറഞ്ഞ ഈ ഒരു കമന്റ് സോങ്ങിൽ എങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് വിന്നിങ് ദ ഗെയിം, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്ലേയിങ് ദ ഗെയിം. അതിൻ്റെ മീനിങ് ഇതാണ്. ഗെയിം എന്ന് പറയുന്നത് വിൻ ചെയ്യുക മാത്രമല്ല, അതിനെ പ്ലേ ചെയ്യുന്നതും കൂടിയാണെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കിനി ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, റീഡ് ദ സെന്റൻസ് ഗിവൺ ബിലോ ഫ്രം ദ സ്റ്റോറി ദ റേസ്. റേസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് സെന്റൻസ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്.
Tarun always thought of himself as the black sheep of the family. What does the expression black sheep mean? തരുൺ എപ്പോഴും തന്നെ ഒരു ബ്ലാക്ക് ഷീപ്പ് ആയിട്ടാണ് കണ്ടിരുന്നത്. എന്താണ് ബ്ലാക്ക് ഷീപ്പിൻ്റെ മീനിങ്? ബ്ലാക്ക് ഷീപ്പ് മീൻസ് ദ ഓഡ് പേഴ്സൺ ഇൻ ദ ഗ്രൂപ്പ് ഹു ബ്രിങ്സ് ഡിസ്ഗ്രേസ് ടു ഇറ്റ്. എ ബ്ലാക്ക് ഷീപ്പ് ഡസ് നോട്ട് കം അപ്പ് ടു എക്സ്പെക്ടേഷൻ ഓഫ് അതേഴ്സ്. ഒരു ഗ്രൂപ്പിൽ ഉള്ള ഒരു ഓഡ് പേഴ്സൺ, വ്യത്യസ്തമായിട്ടുള്ള ആളിനെയാണ് ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നത്. അയാൾ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പിലേക്ക് ഡിസ്ഗ്രേസ് കൊണ്ടുവരുന്നു. ഒരു ബ്ലാക്ക് ഷീപ്പ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷീപ്പ് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് വളരാത്തയാളെന്നാണ് പറയുന്നത്. The term black sheep literally refers to the color of sheep, but when we use it figuratively, it means the odd person in a group. Such a group of words with a meaning different from the meaning of the individual words is called an idiom. സാധാരണയായിട്ടുള്ള ബ്ലാക്ക് ഷീപ്പിൻ്റെ മീനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ചില വാക്കുകളെ നമ്മൾ ഇൻഡിവിജ്വൽ മീനിങ് വെച്ച് നോക്കുമ്പോൾ അതിന് വ്യത്യാസം വരുന്നു. അതേപോലുള്ള വാക്കുകളാണ് ഇഡിയംസ് എന്ന് പറയുന്നത്. റീഡ് രവീസ് ഡയറി എൻട്രി ഗിവൺ ബിലോ ആൻഡ് സർക്കിൾ ദ ഇഡിയംസ്. രവിയുടെ ഡയറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് ഇഡിയംസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഒന്ന് നോക്കാം. When I reached the ground, it was raining cats and dogs. I felt blue as I was not sure if the match could be held. Viewers like me get a chance of watching a match only once in a blue moon. The ball was in umpire's court. Finally, the match started and we enjoyed a wonderful game. Today is a red letter day in my life. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് മീനിങ് വെച്ച് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഫെൽ ബ്ലൂ എന്ന് വെച്ചാൽ ഫെൽ സാഡ്, വിഷമം വന്നു എന്നാണ് പറയുന്നത്. ദ ബോൾ ഇൻ ദ അമ്പയേഴ്സ് കോർട്ട്, ഇതിൻ്റെ മീനിങ് സംബഡീസ് റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് ആക്ഷൻ. ഓക്കെ, ആക്ഷൻ എടുക്കാനുള്ള മറ്റൊരാളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ദ ബോൾ വാസ് ഇൻ ദ അമ്പയേഴ്സ് കോർട്ട് എന്ന് പറയുന്നത്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അതിൻ്റെ മീനിങ് ഹാപ്പനിങ് വെരി റെയർലി, വല്ലപ്പോഴും മാത്രം നടക്കുന്നത്. അതിനാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, അതിൻ്റെ മീനിങ് എന്താണ്? റെയിനിങ് വെരി ഹെവിലി, വളരെ ശക്തമായ മഴ പെയ്യുന്നതിനാണ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, എ റെഡ് ലെറ്റർ ഡേ, അതിൻ്റെ മീനിങ് ആൻ അൺഫോർഗറ്റബിൾ ഡേ, മറക്കാനാകാത്ത ദിവസം എന്നാണ് പറയുന്നത്. ആക്ടിവിറ്റി 2, റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ. 1. ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. 2. എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ്. 3. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കമ്പീറ്റിംഗ് ദെയർ. 4. ടീയേഴ്സ് വെയർ റോളിംഗ് ഡൗൺ ഹിസ് ചീക്സ്. ഇതിലെ എ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഓഫ് ദ സെൻറ്റൻസ് ഗിവൺ എബോവ്. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ എന്ന് പറയാം. പ്രെഡിക്കേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? വെർബ് എന്ന് പറയാം. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലൈഫും പ്രെഡിക്കേറ്റ് ആരംഭിക്കുന്നത് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസും എന്നാണ്. ഓക്കെ, വെർബ് തുടങ്ങുന്നത് വെച്ചാണ്, അല്ലെങ്കിൽ ഓക്സിലറി വെർബിൻ്റെ, ഇവിടെ ഓക്സിലറി വെർബാണ് നമുക്ക് പറയാം. ഓക്സിലറി വെർബ് തുടങ്ങുന്ന അവിടെയാണ് എന്ത് ചെയ്യുന്നത്? പ്രെഡിക്കേറ്റുകൾ തുടങ്ങുന്നത്. ഇവിടെ നോക്കിക്കോളൂ, രണ്ടാമത്തെ സെൻറ്റൻസ്, എ ട്രെയിനിങ് സ്കൂൾ. ഓക്കെ, സബ്ജക്റ്റ് നമുക്ക് അവിടെ ട്രെയിനിങ് സ്കൂൾ വരെയാണ്. പ്രെഡിക്കേറ്റ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്? ഈസ് വെരി എക്സ്പെൻസീവ്. ഓക്കെ, ഈസ് മുതലാണ് പ്രെഡിക്കേറ്റ് തുടങ്ങുന്നത്. അടുത്ത്, ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കമ്പീറ്റിംഗ് ഹിയർ. ടിയേഴ്സ് വെയർ റോളിംഗ് ഡൗൺ ഹിസ് ചീക്സ്. അപ്പോൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തിരിച്ചറിയാൻ നിങ്ങൾക്ക് എളുപ്പ വഴിയെന്ന് വെച്ചാൽ ഓക്സിലറി വെർബ് തൊട്ട് തുടങ്ങുന്നതെല്ലാം പ്രെഡിക്കേറ്റുകളും അതിന് മുമ്പേ വരുന്നവരെ സബ്ജക്റ്റുമാണ്. ഡിഡ് യു നോട്ടീസ് ദ ചേഞ്ച് ഇൻ വേർബ്സ് അക്കോർഡിംഗ് ടു ദ സിംഗുലർ ആൻഡ് പ്ലൂറൽ സബ്ജക്ട്സ് ഓഫ് സെൻറ്റൻസസ്? ഹൗ ഡു ദേ വേരി? സബ്ജക്റ്റിൻ്റെ സിംഗുലാരിറ്റിയും പ്ലൂറാലിറ്റിയും അനുസരിച്ചാണ് വെർബുകളുടെ സിംഗുലാരിറ്റിയും പ്ലൂറാലിറ്റിയും മാറുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ഫസ്റ്റ് ലൈഫ് ഈസ്, എ ട്രെയിനിങ് സ്കൂൾ ഈസ്, ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ, ടിയേഴ്സ് ആർ. Usually, a singular subject takes a singular verb, whereas a plural subject takes a plural verb. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. ഇവിടെ ഈ ട്രെയിനിങ് സ്കൂളും ലൈഫും ഓരോന്ന് വീതമാണ്, അതുകൊണ്ടാണ് ഈസ് പറയുന്നത്. ചിൽഡ്രൻ, ഓക്കെ ചിൽഡ്രൻ ഓഫ് യുവർ ഏജ്, ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ആറ് വന്നത്. ടിയേഴ്സും ഒന്നിൽ കൂടുതലുണ്ട്, അതുകൊണ്ടാണ് അവിടെ വേറെ വന്നത്. റീഡ് ദ ലൈവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ റേസ് ആൻഡ് അണ്ടർലൈൻ ദ സിംഗുലർ വെർബ്സ്. ലൈവ് ഡിസ്ക്രിപ്ഷനിലുള്ള സിംഗുലർ വെർബ്സ് ഏതൊക്കെയാണ്? ഓൺ ദ ട്രാക്ക് ദെയർ ഈസ് എ ഷാലോ പാത്ത് ആസ് ഹീ ഈസ് റണ്ണിംഗ് ഫാസ്റ്റ്. തരുൺ ഡസ് നോട്ട് നോട്ടീസ് ദാറ്റ് ആൻഡ് ഹീ സ്ലിപ്സ്. ബ്രേക്കിംഗ് ഫാസ്റ്റ് ഹീ സീസ് ദ അതർ കിഡ്സ് ഗോയിങ് പാസ്റ്റ് ഹിം. ഹീ ഗെറ്റ്സ് അപ്പ് ടു റൺ വൺസ് മോർ. ബീയിങ് ക്വിക്ക്, തരുൺ ഓവർടേക്സ് എ ഫ്യൂ കിഡ്സ് എഹെഡ് ഓഫ് ഹിം. ബട്ട് as fate has it, he slips once again. ഇതിലെ സിംഗുലർ വെർബ് ഏതൊക്കെയാണ്? ഈസ്, റണ്ണിങ്, ഡസ് നോട്ട് നോട്ടീസ്, സ്ലിപ്പ്, സീസ്, ഗെറ്റ്സ് അപ്പ്, ഓവർടേക്സ്, പിന്നെ സ്ലിപ്സ്. ഓക്കെ, ഹിയർ ഈസ് എ പാരഗ്രാഫ് അബൌട്ട് ദ റിയാക്ഷൻ ഓഫ് ദ സ്പെക്ടേറ്റേഴ്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ സ്യൂട്ടബിൾ ഫോം ഓഫ് വെർബ്സ്. സ്പെക്ടേറ്റേഴ്സിൻ്റെ റിയാക്ഷൻ അനുസരിച്ചുള്ള ഒരു പാരഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഫില്ല് ചെയ്യാം.
Tarun's mother is applauding her son. Okay, Taruninte amma singular ആണ്. Ram Narayan and his trainees are watching Tarun running on the track. Traineesum Ram Narayanum. Okay. The parents of the kids who participate is the race are anxiously waiting. അവിടെ participate ആണ്. The crowd in the stands is clapping their hands. Crowd ആണ്. Okay, crowd. When Tarun falls, everyone stops. Everyone ആണ്, ഒരുപാട് പേരുടെ ആണ് stops. Clapping and is about to rush for help. But the next moment, he gets up and is running on the track again. Activity 3. Read the excerpt from the story The Race. Identify the questions in it. റേസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് സെൻറ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് വായിച്ചു നോക്കുക. ഇതിൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്ന് എളുപ്പത്തിൽ പറഞ്ഞു തരാം. ഒന്നാമത്തത് വാട്ട് ഈസ് ഇറ്റ് ഓൺ. രണ്ടാമത്തത് രാം നാരായൺ. മൂന്നാമത്തത് ആർ യു ദ സെയിം രാം നാരായൺ ഹു വോൺ ദ ഒളിമ്പിക് മെഡൽ ഇൻ ദ 400 meter race in the 1960s. If a question begins with an auxiliary verb, the answer will be either yes or no. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ഓക്സിലറി വെർബിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ എന്താ പറയുക, മൂന്നാമത് നിങ്ങൾ കണ്ടില്ലേ, ആർ യു ദ സെയിം രാം നാരായൺ ഹു വോൺ ദ ഒളിമ്പിക് മെഡൽ ഇൻ ദ 400 meter race in the 1960s. ഇവിടെ 1960 ഒളിമ്പിക് മെഡൽ നേടിയ രാം നാരായണൻ നിങ്ങളാണോ എന്നാണ് ചോദ്യം. അതിന് ഒരു ഉത്തരമാണ്, ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ. If a question starts with a question word, the answer will be the piece of information. ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചാണ് ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും. അത് നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ വാട്ട് ഈസ് ഇറ്റ് ഓൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് സെൻറ്റൻസ് ആണ്. സഡൻലി ഹി ഹേർഡ് എ വോയിസ് അറ്റ് ഹിസ് എൽബോ വാട്ട് ഈസ് ഇറ്റ് ഓൺ. അപ്പോൾ രാംനാരായൺ തരുണിൻ്റെ എൽബോയിൻ്റെ അവിടെ നിന്നൊരു സംസാരിക്കുന്നതാണ് കൊടുത്തിട്ടുള്ളത്. രാംനാരായൺ ചോദിക്കുകയാണ് എന്താണ് അവിടെ. അപ്പോൾ തരുൺ എന്താണ്, അതിന് ഉത്തരമായി ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്. മേക്ക് ക്വസ്റ്റ്യൻസ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ. താഴെ കൊടുത്തിരിക്കുന്ന ജംബിൾഡ് ഓർഡറിൽ നിന്നുള്ള വേർഡ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ഫസ്റ്റ് വൺ ഏതാണ്, ഇൻ്റലിജൻറ്റ് യു ആൻഡ് ആർ ബോയ്. ഇതിനെ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാം, ആർ യു ആൻ ഇൻ്റലിജൻറ്റ് ബോയ്. അടുത്തത് എൻ്റർ ക്യാൻ സ്റ്റേഡിയം ദ വിത്തൗട്ട് എ ഐ പാസ്. ഇതിനെ ക്യാൻ ഐ എൻ്റർ ദ സ്റ്റേഡിയം വിത്തൗട്ട് എ പാസ്. ഫോർ ഈസ് സ്പെക്ടേറ്റർ ദ ഗാലറി the gallery. Where is the gallery for the spectators? Move we ahead. Project the shall with. We shall move ahead with the project. Summer where the camp did conduct Achreka sir. Where did Achreka sir conduct the summer camp? Is condition what is your condition? ഇതിൽ ഫസ്റ്റത്തെയും സെക്കൻഡത്തേതുമാണ് എന്തോന്ന്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ബാക്കിയെല്ലാം ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബി ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സച്ചിൻ ആൻഡ് ജേർണലിസ്റ്റ്. സച്ചിനും ജേർണലിസ്റ്റുമായിട്ടുള്ള കോൺവെർസേഷൻ ആണ്. ജേർണലിസ്റ്റ്, ഗുഡ് മോർണിംഗ് സച്ചിൻ. സച്ചിൻ, good morning. Journalist, may I ask you some questions about your childhood cricket experience? Sachin, sure. Journalist, who did you start playing cricket with? Sachin, with my friends in the colony. Journalist, who took you to Ramnath Achreka sir? Sachin, Ajit took me to Ramnath Achreka sir. Journalist, how old were you when Ajit took you to Achreka sir? Sachin, I was only 11 years old. Journalist, where was the camp? Sachin, the camp was at Shivaji Park. Journalist, what was the distance from your home to Shivaji Park? Sachin, it would take 40 minutes. Journalist, how did you go to the place? Sachin, by bus. Journalist, thank you for sparing your valuable time. Sachin, it's my pleasure. ഇതിലുള്ള ഏതെങ്കിലും സെൻറ്റൻസും നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചതാണ്.